വെൽക്കം ബാക്ക്. ഓണം ഇങ്ങെത്തി. അപ്പോൾ ഓണം സ്പെഷ്യൽ റെസിപ്പിയാണിന്ന്. സദ്യ സ്പെഷ്യലായിട്ടുള്ള പായസങ്ങൾ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്നും ഒരു പായസമാണ്. നമുക്കിന്ന് കടലപ്രഥമൻ തയ്യാറാക്കിയെടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. തിരുവനന്തപുരം സദ്യക്കൊക്കെ അടപ്രഥമൻ കഴിഞ്ഞാൽ ഉടനെ കടലപ്രഥമനാണ് വിളമ്പാറുള്ളത്. കല്യാണ സദ്യയിലൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റിൽ തന്നെ വീട്ടിൽ തയ്യാറാക്കിയെടുക്കാം കേട്ടോ. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ. അപ്പോൾ നല്ല രുചികരമായിട്ടുള്ള കടലപ്രഥമൻ്റെ റെസിപ്പി നോക്കാം. ആദ്യം നമുക്ക് വേണ്ടത് കടലപ്പരിപ്പാണ്. 250 ഗ്രാം കടലപ്പരിപ്പാണ് എടുത്തിരിക്കുന്നത്. ഇത് നന്നായിട്ട് കഴുകിയതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുതിർന്ന് വരാൻ വേണ്ടിയിട്ട് വച്ചിട്ടുണ്ടായിരുന്നു. 5-6 മണിക്കൂർ നന്നായിട്ട് കുതിർത്തിയെടുക്കണം കേട്ടോ. ഇനി ഇത് കുക്കറിലിട്ടിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കാം. കടലപ്പരിപ്പ് കുക്കറിലിട്ടതിന് ശേഷം ഒന്ന് നികന്ന് നിൽക്കുന്ന രീതിയിൽ മാത്രമേ വെള്ളം ഒഴിക്കാവൂ, ഇല്ലെങ്കിൽ വെള്ളം കൂടിപ്പോവും. ഇനി ഇത് 5-6 വിസിൽ വരുന്നവരെ വേവിച്ചെടുക്കാം. നന്നായിട്ട് വെന്ത് കിട്ടണം. കടലപ്പരിപ്പ് വെന്ത് വരുമ്പോഴേക്കും നമുക്ക് പായസത്തിന് വേണ്ടിയിട്ടുള്ള ശർക്കര ഉരുക്കിയെടുക്കാം. ഞാനിവിടെ 600 ഗ്രാം ശർക്കരയാണ് എടുത്തിരിക്കുന്നത്. നന്നായിട്ട് മധുരം വേണമെന്നുള്ളവർക്ക് 700 ഗ്രാം വരെ എടുക്കാം കേട്ടോ. ഇനി ഒരു 1/4 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് ശർക്കര ഉരുക്കിയെടുക്കാം. ശർക്കര ഉരുക്കി വന്നിട്ടുണ്ട്. ഇനി ഇതൊരു അരിപ്പയിൽ ഒഴിച്ചിട്ട് അരിച്ചെടുക്കാം. ശർക്കരയിലെ കരടൊക്കെ മാറാൻ വേണ്ടിയിട്ടാണ്. പ്രഷർ പോയതിന് ശേഷം കുക്കർ തുറക്കുക. ഇപ്പോൾ കടലപ്പരിപ്പ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഉടച്ചെടുക്കണം. ഇപ്പോൾ ചിലർക്ക് കടലപ്പായസം നന്നായിട്ട് അരഞ്ഞ് നല്ല പേസ്റ്റ് പോലെ ഇരിക്കുന്നതായിരിക്കും ഇഷ്ടം. അങ്ങനെയാണെങ്കിൽ മൊത്തത്തോടെ നമ്മൾ മിക്സിയിലിട്ടിട്ട് ഒന്ന് അരച്ചെടുക്കുക. അല്ലാതെ കുറച്ച് തരിതരിപ്പായി കിടന്നാൽ മതിയെന്നുണ്ടെങ്കിൽ ഒന്ന് തവി വെച്ചിട്ടോ അല്ലെങ്കിൽ സ്മാഷർ വെച്ചിട്ടോ നന്നായിട്ടൊന്ന് ഉടച്ചെടുത്താൽ മതി. അപ്പോൾ കുറച്ച് നല്ല പേസ്റ്റ് പോലെയും കിടക്കും, കുറച്ച് തരിതരിപ്പായിട്ടും കിടക്കും. നന്നായിട്ട് വെന്തിട്ടുള്ളതുകൊണ്ട് ഉടച്ചെടുക്കാൻ അധികം പാടൊന്നുമില്ല. കണ്ടോ, നേരത്തെ ഞാൻ ഒന്ന് നികന്ന് നിൽക്കുന്ന രീതിയിലേ വെള്ളം ഒഴിച്ചിട്ടുള്ളൂ. അപ്പോൾ തന്നെ വെള്ളം ഇത്രയുണ്ട് ബാക്കി. അതുകൊണ്ട് വെള്ളം കൂടി പോകാതിരിക്കാൻ ശ്രദ്ധിക്കുക, ഇല്ലെങ്കിൽ നമ്മൾ വറ്റിച്ചെടുക്കേണ്ടി വരും. ഇതുപോലെ ഉടച്ചെടുക്കുക. ഇനി ഒരു പാൻ വെച്ച് കൊടുക്കുക. ഇതിലോട്ട് 25 ഗ്രാം നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. ഇതിലോട്ട് നമ്മൾ ഉടച്ചു വെച്ചിരിക്കുന്ന കടലപ്പരിപ്പ് ചേർത്ത് കൊടുക്കുക. തീ ഇപ്പം മീഡിയത്തിനും ഹൈ ഫ്ലെയിമിനും ഇടയ്ക്കാണ് വെച്ചിരിക്കുന്നത്. ഉരുക്കി വെച്ചിരിക്കുന്ന ശർക്കര ഒഴിച്ചു കൊടുക്കുക. ഇനി ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി ഇത് നന്നായിട്ടൊന്ന് വരട്ടിയെടുക്കണം. നമ്മൾ എത്രത്തോളം വരട്ടിയെടുക്കുമോ അത്രത്തോളം ടേസ്റ്റ് ആയിരിക്കും പായസത്തിന്. ഇനി ഇതിലോട്ട് ഞാൻ 50 ഗ്രാം ചവ്വരി കുതിർത്ത് വെച്ചത് ചേർത്ത് കൊടുക്കുകയാണ്. ചവ്വരി ഒരു 3 മണിക്കൂറോളം കുതിർത്തിയെടുത്തതാണ്. നമ്മൾ കുതിർത്തിട്ടാണ് ചേർക്കുന്നതെങ്കിൽ ഈ സമയത്ത് ചേർത്താൽ മതി. പായസം റെഡിയായി വരുമ്പോഴേക്ക് ചവ്വരി വെന്തോളും. ഇപ്പോൾ കുതിർത്തിട്ടില്ലെങ്കിൽ നമ്മൾ പിന്നെ കുക്കറിലൊക്കെ വേവിച്ചിട്ട് ഇതിലോട്ട് ഇട്ട് കൊടുക്കേണ്ടി വരും. ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വരട്ടിയെടുക്കാം. ഇപ്പോൾ തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് 7-8 ഏലക്ക ചതച്ചിട്ട് ചേർത്ത് കൊടുക്കുക. കുറച്ച് നീളമുള്ള തവി വെച്ചിട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ. അല്ലെങ്കിൽ ചിലപ്പോൾ പൊട്ടിത്തെറിക്കുമ്പോൾ കയ്യിലൊക്കെ വീഴും. അടിയിൽ പിടിക്കാതെ ഇതേപോലെ ഇളക്കി കൊടുക്കുക. കണ്ടോ, കുറുകി വരുന്നുണ്ട്. നമ്മൾ അലുവയ്ക്കൊക്കെ വരട്ടിയെടുക്കില്ലേ, അതുപോലെ ഇട്ട് നന്നായിട്ട് വരട്ടിയെടുക്കണം. അപ്പോൾ നെയ്യൊക്കെ കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് ഒരു 30-35 ഗ്രാം നെയ്യൊക്കെ ചേർക്കാം കേട്ടോ. കടല പായസത്തിന് നല്ല കറുത്ത കളർ ശർക്കര തന്നെ എടുക്കുക. അപ്പോഴേ നല്ല കളർ കിട്ടുള്ളൂ. ഇപ്പോൾ ഇതാ നന്നായിട്ട് വരട്ടിയെടുത്തിട്ടുണ്ട്. ഇതുപോലെ ചെയ്തെടുക്കുക. ഇനി നമുക്കിതിലോട്ട് 3-ാം പാൽ ചേർത്ത് കൊടുക്കാം. 3 കപ്പ് 3-ാം പാലാണ് ചേർത്തിരിക്കുന്നത്. തേങ്ങാപ്പാൽ എടുക്കാൻ വേണ്ടിയിട്ട് മീഡിയം സൈസ് 2 തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. ചെറുതാണെങ്കിൽ ഒരു 3 എണ്ണം വരെയൊക്കെ എടുക്കാം കേട്ടോ. ഞാൻ എടുത്തിരിക്കുന്ന കപ്പ് 240 ml ആണ്. ഇനി ഇതൊന്ന് നന്നായിട്ട് തിളച്ച് വരണം. 3-ാം പാൽ കട്ടി കുറഞ്ഞ പാലായതുകൊണ്ട് തിളപ്പിക്കുമ്പോൾ പിരിഞ്ഞു വരില്ല. നമുക്ക് 1 കപ്പ് 1-ാം പാലും 2 കപ്പ് 2-ാം പാലും 3 കപ്പ് 3-ാം പാലും ആണ് വേണ്ടത്. 3-ാം പാൽ ഒഴിച്ചിട്ട് ഒരു 5 മിനിറ്റോളം ഒന്ന് നന്നായിട്ട് തിളച്ചെടുക്കാം. കുറച്ചൊന്ന് കുറുകി വരട്ടെ. നിങ്ങൾ പാൽ ഒഴിക്കുമ്പോൾ അളന്നിട്ട് തന്നെ ഒഴിക്കുക കേട്ടോ. പാലിൻ്റെ അളവ് കൂടിപ്പോയാൽ കടലപ്പായസം വെള്ളം പോലെ ആയിപ്പോവും. ഇതേ അളവിൽ ഒഴിക്കുകയാണെങ്കിൽ കറക്റ്റായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നമ്മൾ ഉണ്ടാക്കിയെടുക്കുമ്പോൾ കുറച്ച് ലൂസായിട്ട് ഇരിക്കുമെങ്കിലും ചൂടാറി കഴിയുമ്പോഴേക്ക് കുറച്ചും കൂടെ ഒന്ന് കുറുകും കേട്ടോ. ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട് തിളച്ച് തുടങ്ങിയിട്ട്. ഈ സമയത്ത് നമുക്ക് 2 കപ്പ് 2-ാം പാൽ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതൊന്ന് തിളവന്ന് തുടങ്ങണം. ഇനി ഇതിലോട്ട് 1 കപ്പ് 1-ാം പാൽ, നല്ല കട്ടി തേങ്ങാപ്പാലാണിത്. ആദ്യം ഒന്ന് തേങ്ങ ചിരകി എടുത്തതിന് ശേഷം 3/4 കപ്പോളം വെള്ളം ഒഴിച്ചിട്ട് പാലെടുക്കുക. അപ്പോൾ നല്ല കട്ടി തേങ്ങാപ്പാൽ കിട്ടും. പിന്നെ തേങ്ങാപ്പാൽ ഉണ്ടാക്കുമ്പോൾ ചെറിയ ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഉണ്ടാക്കി എടുക്കുന്നതാണ് നല്ലത്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഈ സമയത്ത് നമുക്ക് 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. തീ ഓഫ് ചെയ്യുക.
പാൻ ചൂടാക്കിയെടുക്കുക. ഇതിലോട്ട് 25 ഗ്രാം നെയ്യ് ഒഴിച്ചു കൊടുക്കുക. നെയ്യ് ചൂടായിട്ട് വരണം. നെയ്യ് ചൂടായിട്ട് വരുമ്പോൾ 50 ഗ്രാം തേങ്ങാക്കൊത്ത് ചേർത്തതിന് ശേഷം ബ്രൗൺ നിറമാകുന്നവരെ വറുത്തെടുക്കാം. അധികം കറുത്ത് പോകരുത്, എന്നാൽ കയ്പ്പ് ടേസ്റ്റ് ആവും. ഇനി ഇതിലോട്ട് 50 ഗ്രാം കശുവണ്ടിപ്പരിപ്പ് ചേർത്തിട്ട് വറുക്കാം. അണ്ടിപ്പരിപ്പ് ഒന്ന് ലൈറ്റ് ബ്രൗൺ നിറം ആകുമ്പോഴേക്ക് ഞാൻ മുന്തിരി കൂടി ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ രണ്ടും കൂടി ഏകദേശം ഒരേ ടൈമിൽ തന്നെ വറുത്തെടുക്കാൻ പറ്റും. അപ്പോൾ മുന്തിരി പൊങ്ങി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിത് കോരി മാറ്റാം. എല്ലാം കൂടി നമുക്ക് പായസത്തിലോട്ട് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പം നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ഒന്ന് കുറച്ച് ലൂസായിട്ടാണ് ഇരിക്കുന്നത്. ഒന്ന് തണുത്ത് കഴിയുമ്പോഴേക്ക് കറക്റ്റ് പരുവത്തിലായി കിട്ടും കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ 1/4 ടീസ്പൂൺ ചുക്ക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കടലപ്പരിപ്പ് പായസം റെഡി ആയിട്ടുണ്ട്. പ്രഥമനൊക്കെ വയ്ക്കാൻ പാടാണെന്ന് കരുതി കൂടുതൽ പേരും പാൽപ്പായസം ആയിരിക്കും വീട്ടിലുണ്ടാക്കാറ്. അപ്പോൾ ഈ ഓണത്തിന് ഈ കടലപ്പായസം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല പ്രോട്ടീനൊക്കെ ഉള്ള പായസമാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റുമാണ് കേട്ടോ. ഓണത്തിൻ്റെ ഏതെങ്കിലും ദിവസം ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യുക. കൂടുതൽ റെസിപ്പികൾക്കായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു റെസിപ്പി ആയിട്ട് കാണാം. ബൈ.